ഞാനിത് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോ എന്നെ ഞെട്ടിപ്പിച്ച ഒരു കമന്റ് ഞാൻ കണ്ടു. മീനാക്ഷിയെ കാക്ക കൊത്താൻ സാധ്യതയുണ്ടെന്ന് കേട്ടായിരുന്നോ? ഞാൻ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ കണ്ടിരുന്നല്ലേ? എന്ത് തോന്നിയത് കണ്ടപ്പോ? എനിക്ക് ആ സ്പെസിഫിക് കാക്കേനെ പറ്റി അറിയില്ല. എനിക്കറിയുന്ന കാക്കകളെ എനിക്കറിയൂ. അപ്പം എനിക്ക് അതിനെ പറ്റി വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു ഈ വർഗീയത കൈവിട്ട് തുടങ്ങിയോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എവിടേക്കോ എന്തൊക്കെയോ നടക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ സമൂഹത്തെ മൊത്തം അങ്ങനെ കുറ്റക്കാരാക്കി കാണേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ലാതെ അത് മേ ബി ഒരു കരുതലായിരിക്കാം, ഒരു നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് പറയുന്നതായിരിക്കാം. അപ്പം ആരെയും മോശക്കാരായി കാണാൻ നമുക്ക് പറ്റില്ലല്ലോ. സംസാരിക്കട്ടെ, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ വരട്ടെ, എങ്കിലല്ലേ നമുക്കും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറയാനും ഒക്കെ സ്പേസ് ഉണ്ടാകത്തുള്ളൂ. പക്ഷെ എന്തിന് അത് കരുതലാണ് ആവട്ടെ, അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാം എല്ലാവരോടുമുള്ള കരുതലാവട്ടെ. പക്ഷെ എന്ത് തന്നെ പ്രത്യേകിച്ച് എന്തുകൊണ്ട് കാക്ക കരുതലാണെങ്കിൽ കാക്ക ആവേണ്ട കാര്യമില്ലല്ലോ. അല്ല, കരുതലാണെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാൻ പറഞ്ഞതാണ്, എല്ലാ ആൾക്കാർക്കും ഇത് പലതും കമന്റ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഇടുന്ന പോസ്റ്റിന് നല്ല അഭിപ്രായങ്ങളും അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഒക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ആ വരുന്ന ആൾക്കാരെയൊക്കെ ഞാൻ വളരെ നന്നായി ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കാരെയും കുറ്റപ്പെടുത്തുക എന്നൊരു ഉദ്ദേശമോ പേഴ്സണലി ബുദ്ധിമുട്ടിക്കുക എന്നൊരു ഉദ്ദേശമോ ഒന്നുമില്ല. ഈ മതം ഇളകുക എന്ന് പറഞ്ഞാൽ എന്താണ്? മതമിളക എന്ന് ഞാനിട്ട പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള മതം, എല്ലാ ആൾക്കാരും ഓരോ മതത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതിനെപ്പറ്റി അവർ ഓവർ വറീഡ് ആവാതിരിക്കുക, അല്ലെങ്കിൽ ഓവർ വറീഡ് ആവുന്നതിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓവർ വറീഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മതമുണ്ട്, നമ്മൾ അതിൽ നിൽക്കുന്നു എങ്കിൽ മറ്റൊരു മതത്തിൽപ്പെട്ട ആൾക്കാർ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ മതമാണ് നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ കാര്യമാണ് നല്ലത് എന്ന് വിചാരിച്ച് ഒരു സെക്യുലറിസം ഇല്ലാത്തൊരവസ്ഥ ഇല്ലാതാക്കുക. അതായത് സെക്യുലറിസം വേണം നമുക്ക്, അല്ലെ? അതില്ലാത്തൊരവസ്ഥയാണ് നമ്മൾ മതമിളകുക എന്ന് പറയുന്നത്. മതം ഉണ്ടാകാൻ കുഴപ്പമില്ല, മതം ഇളകാതിരുന്നാൽ മതി. അതെ, മതമുള്ളതിൽ ഹാപ്പി ആണെങ്കിൽ നമുക്ക് എല്ലാവരും ഓരോ മതത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അത് ഒരു സെക്യുലറിസം ഉള്ളിടത്ത് ഇതൊന്നും കുഴപ്പമില്ല, ഇതെല്ലാം വളരെ ഹാപ്പി ആയി നിലകൊണ്ട് പൊക്കോളും. വ്യക്തി ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കണം, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതോ ഇല്ല, ആരും എവിടെ ഒതുങ്ങി നിൽക്കുമൊന്നും വേണ്ട. ചേട്ടന് എന്തെങ്കിലും ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് വേറെ ആരുടെയും മേലിൽ ഇമ്പോസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്ന ഒരു കാര്യത്തിന് അതല്ല ഞങ്ങളുടെ കാര്യമാണ് ശരി എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ, വേറെ ചേട്ടനൊന്നും ചെയ്യണ്ട. പുറത്ത് ശക്തി പ്രകടനങ്ങൾ ചെയ്യാമോ? എങ്ങനെ? അതായത് വലിയ ആഘോഷങ്ങൾ. ഇത് എന്നോട് ചോദിച്ചിട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യണമെന്നില്ല. പക്ഷെ ഓരോരുത്തരുടെ ആരാധനാ രീതികളൊക്കെ വ്യത്യസ്തമാണ്. അതിനൊക്കെയുള്ള അവകാശങ്ങളും അല്ലെങ്കിൽ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നൊരു സമൂഹം നമുക്കുണ്ട്, അല്ലേ? ഇപ്പം പള്ളിപ്പെരുന്നാളായാലും അമ്പലത്തിലായാലും ഇപ്പം ഇതായാലും ഒക്കെ നമ്മൾ ആഘോഷിക്കുന്ന ആൾക്കാരാണ് ഒരേപോലെ. അതേ സൗഹാർദ്ദത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി, ആരാരെയും ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ കഴിഞ്ഞല്ലോ. അത് ശരിയാണ്. പക്ഷെ ഒരു വ്യക്തിക്ക് മതം നല്ലതാണോ? അതിപ്പോ ആ വ്യക്തി അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് പോലെ ഇരിക്കും. ചേട്ടൻ മതത്തിൽ നിന്നുകൊണ്ട് മറ്റു മതത്തിലുള്ള ആൾക്കാരെ ഉപദ്രവിക്കണം എന്നൊരു ആഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ മതത്തിന് എന്താ കുഴപ്പം? സമൂഹത്തിന്റെ കുഴപ്പമല്ല ഞാൻ പറഞ്ഞു. ഒരാള് ഇപ്പൊ എന്തായാലും മതവിശ്വാസം ഇല്ലാത്ത ആളാണല്ലോ. മതവിശ്വാസം ഇല്ലാത്ത ആളോ? എനിക്ക് നിരീശ്വരവാദിയാണെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്ക് എല്ലാ മതങ്ങളെയും അല്ല, ഞാൻ റാഷണലിസ്റ്റ് ആണ്. റാഷണലിസ്റ്റും നിരീശ്വരവാദവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ദൈവവിശ്വാസം ഉണ്ടോ? റാഷണലാണ്. റാഷണലിസവും എയ്ത്തിസവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരവില്ല. ദൈവവിശ്വാസം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് റാഷണലിസ്റ്റ് ആണ്. അതായത് എയ്ത്തിസ്റ്റ് ആണോ എന്ന് നമ്മൾ ചോദിക്കുന്നതിന്റെ ഉത്തരമാണ് റാഷണലിസ്റ്റ് ആണ്. ഓരോ ആൾക്കാരും ഓരോ തരത്തിലുള്ള ചിന്താഗതികളുള്ള ആൾക്കാരാണ്. ഞാനതിൽ റാഷണലായി ചിന്തിക്കുന്ന ആളാണ്. ദൈവവിശ്വാസം ഇല്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ദൈവവിശ്വാസം ഉണ്ട്. ഞാൻ റാഷണലാണ്. എന്തിനാ അതൊക്കെ പറയാൻ ഇത്ര പേടിക്കുന്നത്? ചേട്ടനാണ് എന്നെ കൊണ്ട് പറയാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒന്നും പറഞ്ഞതുകൊണ്ട് ഒന്നും നടക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനോ ഒന്നും പോകുന്നില്ലാത്ത ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഞാൻ എൻ്റെ അഭിപ്രായം വളരെ ക്ലിയർ ആയി പറയുന്ന സമയത്ത് ദൈവത്തെ എതിർത്ത് സംസാരിക്കണം എന്നൊരു ഇന്റൻഷൻ ചേട്ടനുള്ളത് കൊണ്ടാണ് ചേട്ടൻ പിന്നെ അങ്ങനെ ചോദിക്കുന്നത്. എനിക്കങ്ങനെ ഇന്റൻഷൻ ഇല്ല. എനിക്ക് ദൈവവിശ്വാസികളെ ബുദ്ധിമുട്ടിക്കണം എന്നില്ല, അല്ലാത്ത ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണം എന്നില്ല. എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ ക്ലിയർ ആയി പറയാ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, ദൈവവിശ്വാസികളെ ബുദ്ധിമുട്ടിക്കണം എന്നൊന്നും എനിക്കില്ല.
പക്ഷേ ഈ ഒരു ഇവിടെ തന്നെ വന്ന പല മീനാക്ഷി തന്നെ ഫോളോ ചെയ്യുന്ന പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, പൊതുവെ ഈ ഒരു ചോദ്യത്തിൽ സമൂഹത്തിൽ നിൽക്കുന്ന പല ആളുകളും ഉത്തരം പറയാൻ കുറച്ച് മടിക്കും. അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പം അതിന്റെ ഉത്തരം ഒരു സമൂഹത്തെ പേടിക്കണമല്ലോ. കാരണം ഇപ്പം മീനാക്ഷി പറയുവാണ് ദൈവവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം ഉള്ളവരെല്ലാം മീനാക്ഷി വേറെ രീതിയിൽ കാണും. ഈ ദൈവവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലാത്തൊരു വേറെ, അതും ഒരു 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 വലിയ പബ്ലിക്കായിട്ട് പറയാൻ. എത്തിസവും റാഷണലിസവും തമ്മിലുള്ള ഡിഫറൻസ് അറിയാമോ? എത്തീസവും റാഷണലിസവും തമ്മിലുള്ള വ്യത്യാസം അറിയാം, ഒന്ന് പറയാമോ? എത്തീസം എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല എന്നുള്ള വിശ്വാസവും റാഷണലിസം എന്ന് പറഞ്ഞാൽ എവിഡൻസിലുള്ള വിശ്വാസമാണ്. സയന്റിഫിക് പ്രൂഫിലുള്ള വ്യത്യാസമാണ് റാഷണലിസം. എയ്ത്തിസം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈവം എന്നതിലുപരി ഏതൊരു സൂപ്പർ നാച്ചുറൽ ക്ലെയിംസിലും നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം അവിടെ പ്രേതമുണ്ട് എന്ന് നമ്മൾ പറയാൻ, ആ ക്ലെയിമിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ പ്രേതമുണ്ട് അല്ലെങ്കിൽ അവിടെ എന്തോ ഉണ്ട് എന്നതിന് ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ആയത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനതിൽ വിശ്വസിക്കുന്നു. അതാണ് റാഷണലിസം എന്ന് പറയുന്നത്. അപ്പം ആക്ച്വലി ഏത്തിസ്റ്റ് ആണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ് റാഷണലിസ്റ്റ് ആണ് എന്നുള്ളത്. നമ്മൾ ഇതിലൊരു എസ് ഓർ നോ തേടുമ്പോഴാണ് പ്രശ്നം, അല്ലേ? ഇപ്പം നമ്മൾ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നതിലൊരു യെസ് ഓർ നോ എന്ന് പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോഴാണല്ലോ പുതിയ ചിന്താഗതികളും പുതിയ അറിവുകളും ഒക്കെ നമുക്ക് കിട്ടുക. ഈ റാഷണലിസവും സയന്റിഫിക് ടെമ്പറും ഒക്കെ അതിൻ്റെ വലിയൊരു രീതികളാണ്. ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞു, ഇവിടെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അതെ, ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ഇതിനെപ്പറ്റി വളരെ വൈഡായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. എൻ്റെ അഭിപ്രായം, ഞാൻ സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന, അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യത്തിനും ഒരു ഒറ്റവാക്ക് ഉത്തരത്തെ കഴിഞ്ഞും അതിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് റാഷണലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞത്. ഇപ്പം നമുക്കിവിടെ ഒരാളെ കൊണ്ട് ദൈവവിശ്വാസിയാണോ അല്ലയോ എന്ന് പറയിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഈ പറയുന്നത് പോലെ അങ്ങനെ അതൊക്കെ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള തിങ്കിങ് ആണ്. ഇപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആരും വെറുക്കാൻ പോകുന്നുണ്ടെന്നോ എന്നും എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ എല്ലാവരും അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എനിക്കതൊരു ഒറ്റവാക്ക് ഉത്തരത്തെ കഴിഞ്ഞും എനിക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള വേറൊരു ആൻസർ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. മീനാക്ഷിക്ക് ഏറ്റവും സന്തോഷം എന്ത് ചെയ്യുന്നു? സംസാരിക്കുമ്പോഴാണ്. എനിക്ക് ഒത്തിരി മിണ്ടാൻ ഇഷ്ടമുള്ള ആളാണ്. എല്ലാ ആൾക്കാരോടും നല്ല മിണ്ടലുകൾ കേട്ടോ. ഇങ്ങനെയുള്ള ഇപ്പം എനിക്കിഷ്ടമുള്ള ടോപ്പിക്കുകൾ സംസാരിക്കുന്നത്, അതൊക്കെ എനിക്ക് സംസാരങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നല്ലോണം എൻജോയ് ചെയ്യും. നമുക്ക് ഇന്നൊരു 3-4 മണിക്കൂർ ഇന്റർവ്യൂ ചെയ്യാം. എന്താണ് ഒരു ലൈഫ് ഫിലോസഫി? എന്താണ്? തീരെ ചെറിയ കുട്ടിയാണ്, എന്നാലും ചോദിക്കണം, എന്താണ് എൻ്റെ ലൈഫ് ഫിലോസഫി? ജീവിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ വലിയ ഫിലോസഫികളൊന്നും എൻ്റെന്ന് മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും ബേസിക് ആയിട്ടുള്ള ലൈഫ് ഫിലോസഫി ജീവിക്കുക എന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് നമ്മൾ വലിയ വലിയ അർത്ഥങ്ങളൊക്കെ കണ്ടുപിടിച്ച് പോകുമ്പോഴാണ് പ്രശ്നം. അങ്ങനെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ജീവിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ വളരെ നന്നായി ചെയ്യുന്ന ഒരാളുമാണ്. എത്രമാത്രം സന്തോഷം ഒരാൾ ആഗ്രഹിക്കാം? എത്രമാത്രം കിട്ടുമോ അത്രത്തോളം ആഗ്രഹിക്കാം. സന്തോഷം അങ്ങനെ ഒരുപാട് ആഗ്രഹിക്കേണ്ട കേസ് ഒന്നുമല്ല. സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ വളരെ നമ്മളിരിക്കുന്ന സ്റ്റേറ്റിൽ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം കൊണ്ടും നമ്മൾ ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പൈസ വേണമെന്നുണ്ടെങ്കിൽ പൈസ ഏൺ ചെയ്യാൻ ശ്രമിക്കുക. അത് എത്ര ചെറിയ വഴികളിലൂടെ ആണെങ്കിലും നമുക്ക് പൈസ ഏൺ ചെയ്യാൻ ഒരുപാട് മാർഗ്ഗങ്ങളാണ്. അപ്പം പൈസ ഏൺ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കൊരു അടുത്തതൊരു ഫാമിലി ബിൽഡ് ചെയ്യണം എന്നാണെങ്കിൽ, നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫാമിലി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സന്തോഷങ്ങളൊന്നും അങ്ങനെ അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. ഞാൻ എന്ത് ചെയ്താലും ഞാൻ ഹാപ്പി ആയിരിക്കും. എനിക്ക് സന്തോഷമില്ലാത്തൊരു കാര്യവും ഞാൻ ചെയ്യില്ല. ആളുകളാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ്? ആളുകളാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ളത് ആളുകളാണ്. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നതും ആളുകളാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന, എൻ്റെ മാത്രം എന്ന് ഞാൻ വിചാരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ മാത്രമാണ് എന്നെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്നെ പറഞ്ഞു മാറ്റാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് അവർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ എന്നെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് അവരെ കൊണ്ട് മാത്രം. അപ്പോൾ എനിക്ക് ആൾക്കാരാണ്, ഞാൻ ആൾക്കാരുടെ അടുത്ത് ഭയങ്കര കൺസേൺഡ് ആണ്. എനിക്ക് അത്രയും പ്രിയപ്പെട്ട വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർക്കിളുണ്ട്.
ഞാൻ വീടിനോടൊക്കെ വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ എനിക്കത് എൻ്റെ വീട്ടിലെ സാഹചര്യം അങ്ങനെയാണ്. ഞാൻ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്ന ഒരു കംഫർട്ട് സോൺ എനിക്ക് തന്നെ അവരുണ്ടാക്കി തന്നിരിക്കുകയാണ്. അപ്പം എൻ്റെ പാരൻറ്റിങ്ങും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് കിട്ടിയിട്ടുള്ള പാരൻറ്റിങ്ങും ഇന്ന് എൻ്റെ അനിയന്മാർക്ക് കിട്ടുന്ന പാരൻറ്റിങ്ങും ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അവർക്ക് കൊടുക്കുന്ന പാരൻറ്റിങ്ങും അതനുസരിച്ചാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടാണ്. അപ്പം ഞാൻ ആൾക്കാരെ പറ്റി ഭയങ്കര കൺസേൺഡ് ആണ്. അപ്പം ഇവർക്ക് എന്തെങ്കിലും വേറൊരു കാര്യത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ വിഷമിച്ചിരിക്കുന്നത് കണ്ടാൽ ഞാനതോർത്ത് ഭയങ്കര കൺസേൺഡ് ആവും. എന്തിനാണ് വിഷമിക്കുന്നത്, എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്. ഞാനത് എൻ്റെ കാര്യമേ ആയിരിക്കില്ല, പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യും. അതേസമയം ഞാനുമായിട്ട് ഒരാൾ ഭയങ്കര ഉടക്കി വിഷമിച്ചിരുന്ന എനിക്കൊരു കുഴപ്പമില്ല. എനിക്കതിനൊന്നും ഞാൻ അതിനെപ്പറ്റി ഓവർ കൺസേൺഡ് ആവാറില്ല. കാരണം എൻ്റെ ഭാഗം ശരിയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, ഞാനൊരു കണ്ടിച്ചോരില്ലാത്ത ആളാണ്, അങ്ങനെയല്ല. ഞാൻ എല്ലാവരെ പറ്റിയും മാനസികമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി ഞാൻ കുറച്ച് കൂടുതൽ എൻ്റെതല്ലാത്ത കാരണം കൊണ്ട് അവരെന്തെങ്കിലും ചിന്തിച്ചിരുന്നാലും എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. എന്തിനാ ചിന്തിക്കുന്നത്, എന്നാ പ്രശ്നം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തിനാ വിഷമിച്ചിരിക്കുന്നത്, എല്ലാ ദിവസത്തെയും പോലെ അല്ലല്ലോ. ഞാനിങ്ങനെ ചോദിച്ച് ശല്യം ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ ആൾക്കാരെ പറ്റി ഭയങ്കര കൺസേൺഡ് ആണ്. എല്ലാ ആൾക്കാരെ പറ്റിയും കൺസേൺഡ് അല്ല, പക്ഷെ എൻ്റെ എന്ന് ഞാൻ കരുതുന്ന ആൾക്കാരെ പറ്റി ഞാൻ വളരെ കൺസേൺഡ് ആണ്. സോറി പറയുന്ന ആളാണോ? എന്നോട് എല്ലാവരും അതായത് ഞാൻ സോറി എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് വില കൊടുക്കുന്ന ആളാണ്. ഒരു സോറി പറയുക എന്നുള്ളത് ഒരു കാര്യം പറ്റിപ്പോയി, നമുക്കിനി അതൊന്നും പോയി തിരുത്താൻ പറ്റത്തില്ല. അപ്പം എനിക്ക് പറയുന്ന സോറി ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, എനിക്ക് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ കേട്ടോ, അതിനപ്പുറത്തേക്ക് ആരുടെയും പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെടാറില്ല. അപ്പൊ ഇവരുടെ അടുത്ത് ഞാൻ പറയും, സോറി എന്ന് പറയുന്നത് മനസ്സിലാക്കിയാൽ മാത്രം എന്നോട് സോറി പറഞ്ഞാൽ മതി. മനസ്സിലാക്കാത്ത കാര്യങ്ങൾക്ക് എന്നോട് സോറി പറയരുത്. അതിനോട് എനിക്ക് താല്പര്യമില്ല. സിൻസിയറായിട്ട് ആയിരിക്കും ചിലപ്പോൾ അവർ പറയുന്നത്, പക്ഷെ കാര്യം മനസ്സിലാക്കാതെ വെറുതെ സോറി പറയരുത്. ഞാനൊരു കാര്യത്തിന് വഴക്കുണ്ടാക്കി, പക്ഷെ എന്തിനാണ് ചേട്ടൻ എന്നോട് വഴക്കുണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലാകാതെ ഞാൻ വളരെ സിൻസിയറായിട്ട് സോറി കേട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല. പക്ഷെ എന്താണ് ഇവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും എനിക്കിതിൽ ഇത്രയും, ഈ വിഷയത്തിൽ, ഈ വഴക്കിൽ എനിക്ക് എന്താണ് ഇത്രയും ബുദ്ധിമുട്ടായത് എന്ന് മനസ്സിലാക്കി എന്നോട് സോറി പറഞ്ഞാൽ ഓക്കെ, ഞാനത് അക്സെപ്റ്റ് ചെയ്യും എന്ന് പറയും. ഞാനങ്ങനെ അധികം സോറി പറയേണ്ട ആവശ്യം, ഞാനായിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. പക്ഷെ ഞാനായിട്ട് ഉണ്ടാക്കിയ പ്രശ്നം അല്ലെങ്കിലും ഞാൻ സോറി പറയും. അതായത് വേറൊരാൾ, എൻ്റെ വളരെ ക്ലോസ് സർക്കിളിൽ ഞങ്ങളുടെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. അത് ഞാൻ സോറി പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്കത് തീരണം, അത്രേ ഉള്ളൂ. പക്ഷെ എൻ്റെ വഴക്കുകളൊക്കെ ഒരു ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾ വളരെ ചെറുപ്പം തൊട്ടേ ഞാനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. അത്രയും നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറേ ഇല്ല. എനിക്കത് എത്രയും വേഗം പറഞ്ഞു തീർക്കുന്നതാണ് ഇഷ്ടം. അതിപ്പോൾ സോറി പറയുകയാണെങ്കിൽ അങ്ങനെ സോറി പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് സോറി പറഞ്ഞാൽ ഓക്കെ, എനിക്കത് മനസ്സിലാക്കാം. പക്ഷേ ചേട്ടന് ഞാൻ ചെയ്ത തെറ്റിന് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടിപ്പിച്ചു, അതിന് ഞാൻ സോറി പറഞ്ഞാൽ നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സോറി അവിടെ വേസ്റ്റാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ സോറി അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. ഞാൻ സോറി പറയാൻ ഓക്കെയാണ്, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരും കൂടി ആയിരിക്കണം. എന്താണ് ഈ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം? നേരത്തെ പറഞ്ഞേ, ജീവിതത്തിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല, ജീവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ അർത്ഥം. കുറച്ച് പ്രായം കഴിഞ്ഞാൽ അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാറുണ്ടോ? ഇപ്പൊ അങ്ങനെ ജീവിച്ചു പോവാ എന്നല്ലാതെ ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാ എന്നൊക്കെ. ഇതൊക്കെ ഏത് ഇത്തരത്തിലുള്ള ഇപ്പൊ സയൻസിന്റെ കാര്യമായാലും ക്യൂരിയസ് ആണല്ലോ, കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ ക്യൂരിയസ് ആണ്, അന്ന് ഇമ്പൾസീവ് അല്ല. ചില കാര്യങ്ങളിൽ ഇമ്പൾസീവ് അല്ല. പേഴ്സണലായിട്ടുള്ള ചിലപ്പോൾ ചില കാര്യങ്ങളിൽ എടുത്തുചാട്ടമൊക്കെ ഉണ്ടായിരിക്കും. അല്ലാതെ അങ്ങനെ പബ്ലിക്കായിട്ട് ഞാൻ ഭയങ്കര ഇമ്പൾസീവ് അല്ല. ഞാൻ ഭയങ്കര എടുത്തുചാടി അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന ആളല്ല. അല്ലെങ്കിൽ ഞാൻ വേറൊരാൾക്ക് വിഷമം ഉണ്ടാവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. ഒരാളുടെ ജീവിതത്തിന്റെ ഒരു ഓവറോൾ ക്വാളിറ്റി, അയാള് എന്തൊക്കെ പഠിക്കുന്നു, എത്ര ലോകത്തെ എത്ര കൃത്യമായി മനസ്സിലാക്കുന്നു എന്നതിനെ കുറച്ചൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ലേ? ഞാനതിനെ പറ്റി ഭയങ്കര കൺസേൺ ആയിട്ടില്ല. ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ, ഇപ്പം ചേട്ടൻ ചോദിച്ചില്ലേ എന്തിനാണ് നമ്മളിതൊക്കെ മനസ്സിലാക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കിയാലും ജീവിക്കാം, മനസ്സിലാക്കിയില്ലെങ്കിലും ജീവിക്കാം. അത് വളരെ ശരിയാണ്. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് ജീവിക്കാം. അത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതൊക്കെ ആരൊക്കെയോ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ് എന്ന് നമ്മൾ സ്വയം വിശ്വസിച്ച് പ്രകൃതിയിൽ ഇങ്ങനെ ഒരു നിയമം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ജീവിച്ചാലും അവസാനം നമുക്കൊരു വിധിയുണ്ട് എന്നൊക്കെ വിചാരിച്ച് നമുക്ക് ജീവിക്കാം. അതൊന്നുമല്ല, നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കാര്യം എന്ന് മനസ്സിലാക്കി വളരെ എല്ലാത്തിനെയും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നതും മറ്റതും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റതിൽ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് കൂടുതലാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കതല്ല. നമുക്ക് എല്ലാത്തിനെയും അറിയാൻ ശ്രമിക്കാനുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് കൂടുതൽ. അങ്ങനെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കൂടുതൽ അവസരങ്ങൾ തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനും സംസാരിക്കാനും ഒക്കെയുള്ളൊരു സ്പേസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ലോകത്തെ പറ്റി ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെക്കാൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എനിക്ക് അറിയത്തില്ല, പക്ഷെ അങ്ങനെ തോന്നിയതിൽ കാരണം എല്ലാം ചെയ്തു കിട്ടും എന്നൊരു പൊതുവെ കുട്ടികളുടെ ചിന്താഗതിയാണ്.
എനിക്കൊരു പേരൻ്റ് ഉണ്ട്, അവരെല്ലാ കാര്യങ്ങളും നോക്കി നടത്തും. അതുപോലെയാണ് പൊതുവെ ഒരു വിശ്വാസമൊക്കെയുള്ള ആളുകളുടെ ദൈവത്തോടുള്ള സമീപനം. പല കാര്യങ്ങളിലും സ്വയം ഉത്തരവാദിത്തം എടുക്കേണ്ട ആവശ്യം വരുന്നില്ല അവർക്ക്. കാരണം പ്രാർത്ഥിച്ചാൽ മതി, കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ ഇത് കുറച്ചും കൂടി ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ആളുകൾ നമ്മൾ എന്തെങ്കിലും ചെയ്താലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ, അല്ലെങ്കിൽ വേണമെങ്കിൽ ലോട്ടറി അടിച്ച പോലെ എന്തെങ്കിലുമൊക്കെ നടന്നേക്കാം. ഇത് രണ്ടും എക്സ്ട്രീംലി ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് വ്യൂ ആണ്. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂലോട്ട് എത്ര നാളായി കാണും വന്നിട്ട്? കാരണം ഒരു കുട്ടിയിൽ നിന്നൊരു അഡൾട്ടിലോട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അതെ, എൻ്റെ ടീനേജ് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളും വ്യത്യാസമായിരുന്നു. കാരണം എൻ്റെ വീട്ടിലെല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചിന്തിച്ചതാണല്ലോ. എന്നെ ആരും ഫോഴ്സ് ചെയ്തൊന്നുമല്ല. വളരെ ചെറുപ്പത്തിൽ ഈ പറയുന്ന മൈത്രേയനെയും വൈശാഖൻ തമ്പിയൊക്കെ ഞാൻ എൻ്റെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഇവരെ പോലെ ഇപ്പം രവിചന്ദ്രൻ സാറായാലും വേറെ ഒരു ആളുണ്ട് ബ്ലാത്തൂർ, വിജയകുമാർ ബ്ലാത്തൂർ എന്ന് പറഞ്ഞിട്ട് സാർ ഈ ജീവജാലങ്ങളെ പറ്റി, ജന്തുക്കളെയൊക്കെ പറ്റി വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ആളാണ്. വളരെ ക്ലിയർ എന്ന് വെച്ചാൽ ഞാനത് ഇത് ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല, അത് എവിടെയും പറയേണ്ട ഒരു അവസരം വന്നിട്ടില്ല. അതുകൊണ്ട് ഞാനത് എപ്പോഴും ഫോളോ ചെയ്യുന്ന ആളാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽ പറയും. അത് നമുക്കിപ്പം ആനകളെ പറ്റി അറിയണമെങ്കിൽ അതിങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ആന അല്ലെങ്കിൽ സിംഹം, ഓന്ത്, ഇതിനെപ്പറ്റിയൊക്കെ നമുക്കൊരു ടിപ്പിക്കൽ നോമുണ്ട്. ആന ഇങ്ങനെയാണ്, ആന ഭയങ്കര സംഭവമാണ്, ഒറ്റക്കൊമ്പൻ ഭയങ്കര സംഭവമാണ്, അങ്ങനെയൊക്കെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള അറിവുകളുണ്ട്. പക്ഷെ അതിനെപ്പറ്റി വളരെ വൈഡായിട്ട് എന്താണ് നമ്മുടെ ചുറ്റും നടക്കുന്ന ജീവികൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇവരുടെ ഒരു കറക്റ്റ് വേ എന്താണ്, അവരെങ്ങനെ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരാളാണ് ഈ വിജയകുമാർ ബ്ലാത്തൂർ. എനിക്ക് സാറിൻ്റെ അടുത്ത് ഞാൻ ഇതുവരെ നേരിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ സംസാരിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള ആളാണ് ഞാൻ. കാരണം ഞാൻ എപ്പോഴും ഇവരെ പോലെ തന്നെ, ബാക്കി ആൾക്കാരെ പോലെ തന്നെ ഫോളോ ചെയ്യുന്ന ആളാണ്. കാരണം ഇതിനെ പറ്റിയൊന്നും നമുക്കറിയില്ലല്ലോ. ഇപ്പം പല കാര്യങ്ങളും ഇപ്പൊ പശുവിനെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള, ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചത് പശു പാല് തരും എന്നേ ഉള്ളൂ. പിന്നെയും ഈ സയൻസിലോട്ടൊക്കെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പശു നമുക്ക് പാല് തരുന്നതാണോ, ആക്ച്വലി പശുവിന് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടോ, നമുക്ക് പാല് തരണം, ഞാൻ ഈ വീട്ടിൽ എനിക്ക് ഇവരെ തീറ്റ തരും, ഞാൻ ഇവർക്ക് പാല് കൊടുക്കണം, അങ്ങനെ ഒരു ഇന്റൻഷൻ പശുവിനില്ല. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപാട് കഴിഞ്ഞ. അപ്പം എനിക്ക് ആക്ച്വലി ഞാൻ വളരെ കുഞ്ഞാവുന്ന സമയത്ത് എനിക്കിതൊക്കെ തന്നെ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. എനിക്കിപ്പം ലോകം ഇങ്ങനെ ഉണ്ടായി എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ, എനിക്കിപ്പോൾ എന്താ, എനിക്കതിനെപ്പറ്റി പ്രത്യേകിച്ച് എനിക്ക് അതിനെപ്പറ്റി അറിയേണ്ട ആവശ്യം, എനിക്ക് അത്രയും ക്യൂരിയോസിറ്റി ഇല്ലായിരുന്നു. പക്ഷെ ഒരു പ്രായം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. എന്നാലും എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ സിമ്പിൾ ആൻസേഴ്സിൽ ഞാൻ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അച്ഛനും വളരെ ഒത്തിരി സംസാരിക്കുന്ന, വളരെ എല്ലാ കാര്യത്തിനെ പറ്റി ചോദിച്ചാലും കൃത്യമായിട്ടുള്ള അറിവായിരിക്കും. അച്ഛൻ്റെ അറിവുകൾ ഒരിക്കലും തെറ്റിപ്പോവാറില്ല. അച്ഛൻ്റെ അറിവുകൾ എപ്പോഴും കട്ട് ആൻഡ് റൈറ്റ് ആയിരിക്കും. അതായത് നമ്മൾ എന്തിനെ പറ്റി ചോദിച്ചാലും പുള്ളിക്കാരനെ അറിയാം. ഞാൻ എന്തിനെ പറ്റി ചോദിച്ചാലും അച്ഛനറിയാം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു അച്ഛനാണ്. അച്ഛനായാലും അമ്മയാണെങ്കിലും ഞാൻ ഇപ്പൊ എൻ്റെ വളരെ ഇമോഷണൽ സപ്പോർട്ടൊക്കെ വേണമെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയായിരിക്കും മേ ബി ഭയങ്കരമായിട്ട് അങ്ങനെ നിൽക്കുക. അച്ഛൻ ഞാൻ കരഞ്ഞ എൻ്റെ കൂടെ കരയും. പക്ഷെ അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം എന്നെ ചെയ്യേണ്ടേ, എൻ്റെ കൊച്ചിനെ എങ്ങനെ നോക്കണം, അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് വളരെ വൈഡായിട്ടുള്ള ഒരു കാര്യങ്ങളെ പറ്റി അറിവ് വേണം. എനിക്ക് പുറമേ നിന്നൊരു കാര്യത്തിന് ഒരു അറിവ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അതിനെപ്പറ്റി വളരെ ക്ലിയർ ആയിട്ടൊരു അറിവ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ റെസ്പോൺസിബിൾ ആവും. അതായത് എൻ്റെ നാട്ടിലൊക്കെയുള്ള അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്ത് കാര്യമുണ്ടെങ്കിലും അച്ഛനെ വിളിക്കും, എടാ അനൂപേ ഇതെങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്, അത് ലീഗൽ സൈഡാണെങ്കിലും അത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ എൻ്റെ അച്ഛനെ എല്ലാവരും വിളിക്കും, ഇങ്ങനെ സംസാരിക്കും. അപ്പം അനൂപിന്റെ മകളായിരിക്കുന്നത് കൊണ്ട് എനിക്ക് വന്നു ചേർന്നിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനും ഇത് മനസ്സിലാക്കേണ്ട ആളാണ്. ഇങ്ങനെയാണ്, അപ്പൊ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചില പ്രിവിലേജുകളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചില നല്ല കാര്യങ്ങളും കൂടെ ഉണ്ട്, നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. ചുമ്മാ പറയുമ്പോൾ അതെങ്ങനെയെങ്കിലും ആയിരിക്കും എന്ന് പറയുന്നതിനൊക്കെ അത് ഇന്ന കാരണം കൊണ്ടായിരിക്കാം എന്ന് പറയുന്നതും തമ്മിൽ അപ്പം എനിക്ക് സ്വന്തമായിട്ട് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതായിരിക്കും കൊള്ളാലോ എന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ട്. നമുക്കിപ്പം സയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ സയൻസിന് വലിയ നിർബന്ധമൊന്നുമില്ല. സയൻസ് എല്ലാവരും മനസ്സിലാക്കണമെന്നോ അല്ലെങ്കിൽ എന്നെ അതിനെ ട്രസ്റ്റ് ചെയ്യണമെന്നോ വിശ്വസിക്കണമെന്നോ ഒന്നും. അത് നമ്മുടെ ആവശ്യമാണ്. അറിയണം എന്നുള്ള ആൾക്കാരുടെ ആവശ്യമാണ് ഇത് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇതറിയാൻ ശ്രമിക്കുക എന്നുള്ളത്. ഞാനങ്ങനെ പിന്നീട് അറിയാൻ ശ്രമിച്ച ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഒരു ടീനേജിനൊക്കെ മുന്നേ എനിക്കിങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു പോഡ്കാസ്റ്റുകൾ കണ്ടുമൊക്കെ തന്നെയാണ് ഞാനും തുടങ്ങിയത്. പക്ഷെ എൻ്റെ മെൻറ്റേഴ്സൊക്കെ വളരെ കറക്റ്റായിരുന്നു. ചിലത് ഈ സ്യൂഡോ സയൻസ് പോലുള്ള കാര്യങ്ങളും ചിലപ്പോൾ നമ്മളെ വളരെ ചെറിയ പ്രായത്തിൽ തൊട്ട് ഇൻഫ്ലുവൻസ് ചെയ്തേക്കാവുന്ന ഒന്നാണ്. കാരണം നമുക്കറിയില്ല, നമുക്ക് കേൾക്കുമ്പോൾ സയൻസ് ആയിട്ട് തോന്നിയേക്കാം, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് വളരെ തെറ്റായ വേ കൂടെ ആയിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്.
സയൻസുമായിട്ട് ഒരു ബന്ധവും കാണില്ല, പക്ഷെ കേൾക്കുമ്പോൾ അത് ഇറ്റ് ഫീൽസ് ലൈക്ക് അല്ലെ സയൻസ് പോലെ തന്നെ തോന്നുന്നു. കുറച്ചുകൂടെ കംഫർട്ടബിൾ അത് വിശ്വസിക്കാനായി. ഈ സ്യൂഡോ സയൻസ് വിശ്വസിക്കാൻ കുറച്ചൊരു ഇമോഷണൽ ടച്ച് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഓ ശരിയാ ഇതാ ശരി എന്ന് തോന്നും. പക്ഷെ സ്യൂഡോ സയൻസ് പറയാത്ത വളരെ കൃത്യമായ ധാരണ ഇതിനെപ്പറ്റിയുള്ള ആൾക്കാരോട് സംസാരിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ നമ്മളെ നല്ല ഗൈഡൻസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അവർ പറയുന്നത് കൃത്യമായ അർത്ഥത്തിൽ എടുക്കാനും കൂടെ നമുക്കൊരു മനോഭാവം, അങ്ങനെ ഒരു മനോഭാവം കൂടെ വേണം കേട്ടോ. ഇപ്പം ഈ പറയുന്ന വൈശാഖൻ തമ്പി ആയാലും ഇവരൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും കോണ്ടാക്ട് ഉള്ള ആളാണ്. എനിക്ക് എന്ത് കാര്യം വന്നാലും ഞാൻ വിളിച്ച് ഇതെങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് വളരെ നീണ്ട കോൺവെർസേഷൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. എനിക്ക് ഇപ്പം ചരിത്രത്തെ പറ്റി എന്തെങ്കിലും കാര്യം വന്നാൽ മൈത്രേയൻ എപ്പോഴും ഒരു മെസ്സേജ് അയച്ചാൽ തിരിച്ചെപ്പോഴും അത് പറഞ്ഞു തരാൻ അവിടെ ഒരാളുള്ളത് നമുക്ക് വലിയൊരു കാര്യമാണല്ലേ. അപ്പം എന്നെ ഡയറക്റ്റ് ചെയ്തത് കറക്റ്റ് വേ കൂടെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ. പിന്നെ ഇപ്പം അങ്ങനെ ഡയറക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഓക്കെ, ഇന്ന ആൾക്കാരെ എനിക്ക് അവിടെ ഇവിടെ ഉണ്ട്, അപ്പോൾ അവരോട് ചോദിച്ചാൽ മതി എന്നുള്ളത് എനിക്കറിയാം, എന്തെങ്കിലും ഒരു സംശയം വന്നിട്ടുണ്ടെങ്കിൽ. അപ്പം അതിൽ ഞാൻ ഇപ്പോഴും അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒന്നിനും ഒരു ഒറ്റവാക്കുത്തരത്തിൽ നിർത്താതെ അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ അറിയാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് എല്ലാത്തിനെ പറ്റി ഒരു ധാരണയൊന്നുമില്ല. ഇപ്പം ചേട്ടൻ വിചാരിച്ച പോലെ ഇപ്പം എനിക്ക് ലോകത്തെ പറ്റി ഒരു ധാരണ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും എനിക്കങ്ങനെ എല്ലാ കാര്യത്തെ പറ്റിയും അങ്ങനെ വലിയ ധാരണ ഉള്ള ആളൊന്നും അല്ല ഞാൻ. പക്ഷെ ധാരണ ഉണ്ടാവാൻ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി അതെന്താണ് എന്ന് ചെക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതെങ്ങനെ ചെക്ക് ചെയ്യുന്നത്? അതാ ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ കറക്റ്റ് ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് ചോദിക്കും. അപ്പം അവര് വളരെ ഇപ്പം വൈശാഖൻ സാറാണെങ്കിൽ ഒരു ഒരു പ്രൊഫസറാണ്. അപ്പം വളരെ കൃത്യമായിട്ടൊരു ബേസ് ഉള്ള ആളാണ് അതിൽ. മൈത്രേയനാണെങ്കിൽ ചരിത്രത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു ബേസ് ഉള്ള ആളാണ്. അപ്പം ഇത് ഏത് ടോപ്പിക്കാണ് എന്ന് കിട്ടിയാൽ മതി, പിന്നെ ആരോട് ചോദിക്കണം എന്നുള്ളത് ഞാൻ ഡിസൈഡ് ചെയ്യും. ഞാൻ ചോദിക്കും. പൊതുവെ ഇപ്പോഴത്തെ കുട്ടികളുടെ പോലെ ചാറ്റ് ജിപിടിയിൽ ഇല്ല, ചാറ്റ് ജിപിടിയിലെ എല്ലാ അറിവുകളും അങ്ങനെ ശരിയാണ് എന്ന് വിചാരിക്കാൻ പറ്റില്ല. അതൊരു മെക്കാനിസമാണ്. അപ്പം മെക്കാനിസം എന്ന് പറയാൻ പറ്റില്ല, അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അതിനറിയുന്നത് അല്ലെങ്കിൽ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വാക്കുകൾ വെച്ചും ഓർഡർ വെച്ചും ഒക്കെ അതിങ്ങനെ പറയുന്നു എന്നുള്ളതല്ലാതെ അത് 100% നമുക്ക് ശരിയെന്ന് വിചാരിക്കാൻ പറ്റുന്ന അറിവുകളല്ല ചാറ്റ് ജിപിടി ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മളൊരാൾ അതിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളോട് ചോദിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പണത്തെ പറ്റി ആരോടാ ചോദിക്കുന്നത്? എന്തിനെ പറ്റി? പണം അച്ഛനോടാ ചോദിക്കുന്നത്. അതായത് എനിക്ക് വളരെ കുഞ്ഞു സേവിങ്സ് ഉണ്ട് ഇപ്പം. അല്ലാതെ ഇപ്പം എല്ലാവരും പറയും ഞാൻ ഏൺ ചെയ്യുന്ന ആളാണ്, അപ്പം എൻ്റെ ഏർണിങ്സ് എല്ലാം ഞാൻ എൻ്റെ കൈ വെക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല. എനിക്ക് വളരെ കുഞ്ഞു ഞാനിങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന പോക്കറ്റ് മണി എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു സംഭവം ഞാൻ വെക്കാറുണ്ട് എപ്പോഴും. അപ്പം അച്ഛന് വളരെ കറക്റ്റായിട്ട് ഈ പൈസ മാനേജ് ചെയ്യുക. പൈസ എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇത് വളരെ നന്നായി മാനേജ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അത് വളരെ നന്നായിട്ടുണ്ട് ആ സ്കില്ല്. എന്നും ഞാൻ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യം. ഒരു പൈസ മാനേജ് ചെയ്യുന്ന കാര്യത്തിലായാലും ഇത് ഇന്ന കാര്യത്തിൽ ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും ഓവറായി ചിലവാക്കാതിരിക്കാനാണെങ്കിലും അതിപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാനാണെങ്കിലും ഒക്കെ അവർക്ക് വളരെ കൃത്യമായിട്ട് പറ്റുന്ന ആൾക്കാരാണ്. അപ്പം എനിക്ക് കുഞ്ഞു സേവിങ്സ് ഉണ്ടാക്കി തന്നതും എൻ്റെ അച്ഛയാണ്. അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെ, എനിക്ക് ഭയങ്കര പേടിയാണ് പൈസ എന്ന് പറയുന്ന സാധനം. കാരണം നമ്മളത് ഏൺ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപ തീർന്നു പോകാൻ വലിയ സമയമൊന്നും വേണ്ട. എനിക്ക് പ്രത്യേകിച്ച് അത് തീർക്കാൻ വലിയ സമയമൊന്നും വേണ്ട. പക്ഷെ അതുകൊണ്ട് ഞാൻ പേടിച്ചിരുന്നിട്ടും കാര്യമില്ല. അപ്പം അച്ഛനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇപ്പം കൊച്ചിച്ചിരി വലുതായില്ല, അതായത് കുറച്ച് പൈസ ഇങ്ങനെ തരാം, അത് സേവ് ചെയ്ത് വെച്ച് നോക്ക്, നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് അറിയാലോ, എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നറിയാലോ, ആവശ്യമുള്ളപ്പോൾ എടുത്ത് ചെലവാക്കുക, അല്ലാത്ത പൈസ കൂട്ടി വെക്കാൻ നോക്കുക. അങ്ങനെ എനിക്കൊരു നല്ല സേവിങ് സ്കില്ലുണ്ടാക്കി തന്നതും എൻ്റെ അച്ഛനാണ്. എനിക്ക് അത്യാവശ്യം നല്ല പൈസ സേവ് ചെയ്യാനുള്ള സ്കില്ലുള്ള ആളാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ആവശ്യമില്ലാതെ അനാവശ്യമായി പൈസ ചിലവായി പോകത്തേയില്ല. ഞാൻ അതെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിടാനോ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ഈ ക്രിപ്റ്റോയിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിടാനായിട്ട് ഇഷ്ടപ്പെടുന്ന മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ കുഞ്ഞു സേവിങ്സ്, ഈ പറയുന്ന ഒരു വലിയ എമൗണ്ട് ഒന്നുമല്ല. മ്യൂച്വൽ ഫണ്ട്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് ലക്ഷങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നുമല്ല, എൻ്റെ വളരെ കുഞ്ഞു സേവിങ്സ് ഞാൻ അവിടെ ഇടാൻ ആഗ്രഹിക്കുന്നു. അതൊരു പഠിത്തമാണ് അല്ലെ. ഇതെങ്ങനെ ഇത് നടക്കുന്നു, ഇത് എങ്ങനെ വർക്ക് ആവുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇതിന്റെ തിയറി എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഇതുപോലെ വളരെ കുഞ്ഞു എമൗണ്ട്സ് ആണ്. പല കോയിൻസിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അച്ഛൻ അത് നന്നായി ചെയ്തേ. ഇല്ല, ബിറ്റ് കോയിൻ ഒരു ലാർജ് ക്യാപ്പ് അല്ലേ, ബിറ്റ് കോയിനിലില്ല. ബിറ്റ് കോയിനിൽ നമ്മൾ ഒരെണ്ണം വാങ്ങണമെങ്കിൽ തന്നെ ഒരുപാട് പൈസ, അതിന് നമുക്ക് വല്ല പൊടിയൊക്കെ കിട്ടും എന്നേ ഉള്ളൂ. അതുകൊണ്ട് അതല്ല, അതിൽ ഒരുപാട് നല്ല വേറെ കോയിൻസും ഉണ്ട്. അതൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് അതിലൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കും. അപ്പം അതായത് നമുക്കിത് പഠിക്കാൻ വേണ്ടി നഷ്ടപ്പെടുക. ഇപ്പം ഞാനിത് പഠിക്കാൻ വേണ്ടി ഒരു കോയിനിൽ
ഇൻവെസ്റ്റ് ചെയ്തു. ആ കോയിൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് നിർത്തി. പെട്ടെന്ന് ചില കോയിനൊക്കെ ബേൺ ചെയ്ത് പോയ കോയിൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചില കോയിൻസ് ഒക്കെ പെട്ടെന്ന് നിർത്തും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ആ പൈസ അങ്ങനെ നമുക്ക് നഷ്ടം വന്നല്ലോ, അല്ലെങ്കിൽ അങ്ങനെ വന്നല്ലോ എന്ന് അപ്പൊ അങ്ങനെ അത്രയും നഷ്ടം എന്ന് എനിക്ക് ഫീൽ ചെയ്യാത്ത എമൗണ്ടേ ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം ഇതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം പിന്നെ നമ്മളത് അങ്ങനെ വിചാരിക്കുമായിരിക്കും. ബിറ്റ് കോയിൻ ഒക്കെ ഒരു സേഫ് മെത്തേഡാണ്, അതൊരു ലാർജ് ക്യാപ്പ് ഒരു സാധനമാണ്, ലോങ് ടേം ആണ് ബിറ്റ് കോയിൻ എന്നൊക്കെ പറയുന്നത്. ഒരു വലിയ അങ്ങോട്ട് മുന്നോട്ടോ പുറകോട്ടോ ഒന്നും പോകാത്തൊരു സാധനമാണ് ഈ ബിറ്റ് കോയിനും. അങ്ങനത്തെ കുറേ ഉണ്ട്, ബിറ്റ് കോയിൻ പോലത്തെ എതേറിയം, എനിക്ക് തോന്നുന്നു എതേറിയം ഒക്കെ അങ്ങനത്തെ കോയിൻസ് ആണ്. പക്ഷെ ഞാൻ അതിനെ കഴിഞ്ഞൊക്കെ കൂടുതൽ കുറേ വേറെ കോയിൻസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്. ഒരു പെൺകുട്ടി എന്ത് ധരിക്കണം എന്നുള്ളതൊക്കെ സമൂഹത്തിന്റെ വലിയൊരു ഇഷ്യൂസാണ്. കുറെ മുമ്പ് ഒരു മോർഫിംഗ് കേസ് വന്നില്ലായിരുന്നോ? അതിനെ പറ്റി ഒന്ന് പറയാമോ? വന്നിട്ടുണ്ട്. അത് ഒരുപാട് നാൾ മുന്നെയാണ്. അത് എന്നെ മാത്രം ഇത് ചെയ്തുകൊണ്ടല്ല, അന്ന് ഫീൽഡിലുണ്ടായിരുന്ന ഈ നമ്മൾ ബാലതാരങ്ങൾ എന്ന് പറയുന്ന കുറേ പെൺകുട്ടികളെ വെച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് ഈ ഫോട്ടോസ് മോർഫ് ചെയ്തിടുക, അതുപോലെ മോശം വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക, മോശം കമൻസ് ഒക്കെ അവരുടെ ഇതിൽ എഴുതിയിടുക, ക്യാപ്ഷൻസ് അങ്ങനെ ചെയ്യുക, മറ്റുള്ളവരോട് ചാറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കുറേ ഇത് ചെയ്താൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട്, നമ്മുടെ നല്ല എല്ലാവരുടെയും അവർ പബ്ലിക്കായിട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളത് ലീഗലായിട്ട് തന്നെയാണ് അന്നും മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇന്നും അങ്ങനത്തെ സംഭവങ്ങളോട് അങ്ങനെ തന്നെയാണ് റിയാക്ട് ചെയ്യാറ്. അല്ലാതെ വേറെ പ്രത്യേകിച്ചുള്ള റിയാക്ഷനോ ഇമോഷണൽ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും എനിക്കില്ല. അപ്പോൾ വന്നത് ലീഗലായിട്ട് മുന്നോട്ട് പോയി എന്നത്, കോടതിയിലൊക്കെ പോയി. ഞാൻ ആദ്യമായിട്ട് അപ്പോഴാണ് കോടതിയിൽ കയറുന്നത്. വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ചെന്ന് അവരെല്ലാവരും പിടിച്ചു. അപ്പോൾ നമ്മളത് അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ്. അപ്പം അല്ലാതെ ബാക്കിയുള്ള ആരൊക്കെയോ നമ്മളെപ്പറ്റി എന്തൊക്കെയോ ചിന്തിക്കുന്നതിലോ നമ്മൾ അങ്ങനെ നടക്കുന്നു തീരുമാനിക്കുന്നതിലോ ഒന്നുമല്ല. നമുക്ക് വരുന്ന കാര്യങ്ങളോട് എങ്ങനെ മുന്നോട്ട് പോകുന്നു, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിലാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അവരെ എങ്ങനെയാണ് പിടിച്ചത് എന്നൊക്കെ? ഇല്ല, എനിക്ക് അത് കുറച്ച് നാൾ മുന്നേ നടന്ന കേസാണ്. അച്ഛനാണ് അതിന്റെ പുറകെ മൊത്തവും നടന്നിരുന്നത്. അതിന് സ്പെഷ്യൽ ടീം ഉണ്ടായിരുന്നു. അവരെ അധികം ദിവസങ്ങളൊന്നും എടുത്തില്ല, പെട്ടെന്ന് തന്നെ പിടിച്ചു. എന്നിട്ട് അവർക്ക് എന്ത് സംഭവിച്ചു ഈ പിടിച്ചവര്? എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ഒന്നാമത്തെ കാര്യം, അത് ഒത്തിരി കുഞ്ഞു പ്രായത്തിലായിരുന്നു, കുറച്ചുകൂടി ചെറിയ പ്രായത്തിലായിരുന്നു. അപ്പം എനിക്ക് ഒന്നാമത് ഇത് എന്താ വിഷയം എന്ന് പോലും അറിയില്ലായിരുന്നു. അന്ന് മോർഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ മോശമായിട്ട് കാണിച്ചു എന്നല്ലാതെ എന്താ ഇതിന്റെ സീരിയസ്നെസ് ഒന്നും അന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവരെ പിടിച്ചു. അവർക്ക് അതിന് വേണ്ടിയുള്ള പണിഷ്മെന്റ് എന്തോ അന്ന് കിട്ടിയിട്ടുണ്ട്, എന്തോ ഫൈനും പിന്നെന്തോ പണിഷ്മെന്റും ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇത് ഒരാളല്ല, ഒരു ടീമായിരുന്നു, കുറച്ചധികം പേരുണ്ടായിരുന്നു. അവരെല്ലാവരും പിടിച്ചു. എന്തോ ഫൈനൽ ജഡ്ജ്മെന്റിന്റെ സമയത്ത് എന്തോ കാര്യമായിട്ട് ഈ സമൂഹത്തിൽ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ ഒക്കെയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നതായിട്ട് പറഞ്ഞു കേട്ടിരുന്നു. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പല രീതിയിലുള്ള വസ്ത്രധാരണം ചൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് പലതരത്തിലുള്ള കംഫർട്ടബിലിറ്റീസ് ഉള്ള ആൾക്കാരാണ്. എല്ലാവരും അവരുടേതായ ഇഷ്ടങ്ങളൊക്കെ ചൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇവരെല്ലാവരും അടങ്ങുന്ന ഇത്തരം വേറിട്ട ഇഷ്ടങ്ങൾ അടങ്ങുന്ന ഒരുപാട് വേറിട്ട ആൾക്കാർ അടങ്ങുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ ചോയ്സാണ്, ഒക്കെ നമ്മുടെ ചോയ്സാണ് അല്ലേ. ഞാൻ എന്ത് ധരിക്കണം, ഞാൻ എന്ത് പറയണം എന്നൊക്കെയുള്ളത് എൻ്റെ ചോയ്സാണ്. ആർക്കും എന്നെ നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷെ എല്ലാവരും അടങ്ങുന്ന ഒരു സൊസൈറ്റിയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊരു ബോധ്യം. ഞാൻ ആർക്കും ആരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ പേഴ്സണലി ഹേർട്ട് ചെയ്യാനോ വേണ്ടി ഒന്നും ചെയ്യുന്നൊരു സംഭവമല്ല എൻ്റെ വസ്ത്രധാരണമോ അല്ലെങ്കിൽ ഞാൻ മുന്നേക്ക് വെക്കുന്ന ആശയങ്ങളോ ഒന്നും അങ്ങനെയല്ല എന്നുള്ളത് അതൊന്നും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വസ്ത്രധാരണത്തിൽ ഒരു കുറച്ച് ഉത്തരവാദിത്വത്തോടു കൂടെ ആണ് എന്ന്, അതായത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള എൻ്റെ ചോയ്സസ് ഞാൻ അല്ലല്ല, ഞാൻ എൻ്റെ വസ്ത്രധാരണം വേറെ ആരോടും എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. കാരണം അത് എന്നെ കംഫർട്ടബിൾ, ഞാൻ ഇതിലാണ് കംഫർട്ടബിൾ. എൻ്റെ വസ്ത്രധാരണത്തിന്റെ രീതികൾ എനിക്കിഷ്ടമുള്ള പോലെയാണ് ഞാൻ ചെയ്യുന്നത് അല്ലേ. അപ്പം വേറെ ഒരാൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ അത് ചെയ്യുന്നത്. എൻ്റെ അതേ ഇഷ്ടവും സ്വാതന്ത്ര്യവും എൻ്റെ ഒപ്പം നിൽക്കുന്ന മറ്റൊരാൾക്കും ഉണ്ട് അല്ലേ. ഞാൻ ഒരേ സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇനിയിപ്പോൾ അതല്ലെങ്കിലും അവർക്ക് എന്ത് ചെയ്യണം, അവരെന്തിടണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. പണ്ടിപ്പം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ്, ഓരോരുത്തരുടെ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരു വസ്ത്രമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ പറയും. എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. പണ്ട് മറയ്ക്കുന്ന സമരങ്ങളുണ്ടായിരുന്നു, ഇന്നത് മറയ്ക്കാതിരിക്കാൻ വേണ്ടിയാണ് ആൾക്കാർ ഫൈറ്റ് ചെയ്തോണ്ടിരുന്നത്. അന്ന് മറയ്ക്കുന്നതിന് വേണ്ടി സമരം ചെയ്യുക, അതൊരു പർട്ടിക്കുലർ വിഭാഗത്തിന് അന്ന് അവരുടെ ഇഷ്ടത്തിനുള്ള വസ്ത്രധാരണത്തിനുള്ള അവകാശമില്ലായിരുന്നു. അന്ന്
മാറി മറച്ചാലാണ് ആൾക്കാർ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരുന്നത്. നീ എന്താ മാറി മറച്ചിരിക്കുന്നത് എന്നാണ് നോക്കിക്കൊണ്ടിരുന്നത് ആ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ. പക്ഷെ ഇന്ന് നേരെ മറിച്ച് നമ്മൾ ആരൊക്കെയോ ഓരോ ചിന്തിക്കുകയാണ്, എന്താ ഇത് മറയ്ക്കാതെ ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. അത് രണ്ടും ഒരു ഓപ്പോസിറ്റ് വിഷയമാണ് അല്ലേ. അന്ന് മാറി മറയ്ക്കുന്നതിന് വേണ്ടിയാണ് സമരം ചെയ്തത് എന്നോർത്ത് നമ്മൾ ബുദ്ധിമുട്ടുമ്പോഴാണ് പ്രശ്നം. അല്ല, അന്ന് വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവനവൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഒരു കുലത്തിന്റെ പേരിലോ ഒരു വംശത്തിന്റെ പേരിലോ ഒന്നും അവരെ താഴ്ന്ന ജാതിയായോ അല്ലെങ്കിൽ ഒരു താഴ്ന്ന വിഭാഗമായോ കണ്ട് നിങ്ങൾക്ക് അതിനുള്ള, ഞങ്ങൾക്കുള്ള എന്തോ ഒരു അവകാശം നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വെക്കുന്നതിനെതിരെ അല്ലെ, അതിനുള്ള വസ്ത്ര സ്വാതന്ത്ര്യത്തിനെതിരെയാണ് അന്ന് സമരം നടന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. അത് പക്ഷെ വളരെയധികം അത് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ട്വിസ്റ്റ് ചെയ്തല്ല, ഇതാണ് ആക്ച്വൽ സംഭവം. പലരും അതിനെ അതൊരു എല്ലാം മറക്കുന്നത് ഒരു ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് ആ കഥയെ ഇപ്പൊ ഉപയോഗിച്ചു തുടങ്ങി. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അത് എല്ലാവർക്കും അതേ കഥ, എല്ലാ സ്ത്രീകൾക്കും അതേ കഥയല്ലായിരുന്നു അല്ലെ. ഒരു വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് കഥ വ്യത്യാസമായിരുന്നു. അല്ല, അത് അന്ന് നമ്മൾ ചരിത്രത്തിൽ നോക്കിയാൽ പണ്ട് തിരുവിതാംകൂർ മഹാറാണിമാർ മാറുമറിച്ചിരുന്നില്ല. അന്ന് അവർക്കതൊരു സ്റ്റേറ്റസ്, അത് പലതും പല സമയമായിരിക്കും. അത് അന്ന് അവിടെ അത് ഓക്കെയാണ്, ഇവിടെ ഇത് ഓക്കെയാണ് എന്ന് ചിന്തിക്കാൻ സമൂഹത്തിന് സാധിക്കുന്നില്ല. അല്ല, അങ്ങനെയല്ല, നമ്മൾ അതിനെ ഇതിനായിട്ട് കണക്ട് ചെയ്യാതിരുന്നാൽ മതി. അന്ന് ആരൊക്കെയോ സമരം ചെയ്ത് നേടിക്കൊടുത്തതാണ് ഇന്നുള്ളവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് അല്ലേ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അന്ന് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി അന്ന് അവർ മാറി മറിച്ചത് വലിയ കുറ്റമായിട്ടും അതിന് ശിക്ഷ ഉണ്ടായിരുന്നു അല്ലേ. കരം കെട്ടുന്നത് പോലെയുള്ള സിസ്റ്റം ഒക്കെ അന്ന് ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതൊക്കെ ആരൊക്കെയോ നേടിത്തന്നു നമുക്ക് ഇന്ന് ജീവിക്കുന്ന സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാനുള്ള അവകാശം, എന്നിട്ടും അവരത് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റാണ്. അത് ഒരാളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് നടന്നത്. ഒരു കൂട്ടം സ്ത്രീകളുടെ അവകാശങ്ങളുടെ പ്രശ്നമായിരുന്നു അത്. അല്ലാതെ കേവലം ഡ്രസ്സ് ഇട്ട് എല്ലാം അങ്ങനെ നടക്കുന്നതിൻ്റെ ഒരു വിഷയമായിരുന്നില്ല അത്. അപ്പൊ അതും ഇതുമായിട്ട് കണക്ട് ചെയ്യാതിരുന്ന ആ പ്രശ്നം കഴിഞ്ഞു. ഏറെ ചർച്ചയായ വിഷയം ദളിതരെ ആരാണ് ദളിതരാക്കിയത്? അതായിരുന്നില്ല വിഷയം. അത് ആക്ച്വലി നമ്മുടെ പാഠപുസ്തകത്തിലുള്ള സിലബസിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വർണ്ണ പിരമിഡ്, വർണ്ണ സിസ്റ്റം എന്നുള്ളത്. അപ്പൊ അതിൽ ഈ ജാതി വ്യവസ്ഥയെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പം ഈ ദളിതർ എന്ന് പറഞ്ഞിട്ട് അൺടച്ചബിൾസ് എന്നവിടെ ബ്രാക്കറ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അത് അന്ന് അങ്ങനെ കണ്ടിരുന്നു, പക്ഷെ ഇന്ന് അങ്ങനെ കാണേണ്ട ആവശ്യമില്ല എന്നും, അതേപോലെ ഇത് അൺടച്ചബിൾസ് എന്നതിന് പകരം ഇതൊരു തെറ്റിദ്ധരിക്കപ്പെട്ട വിഭാഗമാണ് എന്നുള്ളതും, ഇതിന്റെ കൂടുതൽ പഠിപ്പിക്കാനാണെങ്കിൽ ഇതിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു എന്ന് തൊട്ട് നമ്മളിത് വേറൊരു കുലത്തിൽ നിന്നും അവരെ പിടിച്ച് അടിമകളാക്കി അടിമ ഉടമ വ്യവസ്ഥയോടുകൂടി അവരെ എങ്ങനെ വെച്ചതാണെന്നും അങ്ങനെ കണ്ടതാണെന്നും ഒക്കെ പറയേണ്ട ആവശ്യം കൂടി വരുന്നുണ്ട് എന്നാ പറയുക. അല്ലാതെ ഇങ്ങനെ നമ്മൾ എവിടെയോ ഒരു നടുക്കഷ്ണം മാത്രം പഠിക്കുന്നതിലെ ഒരു ബുദ്ധിമുട്ടാ പറഞ്ഞിരുന്നത്. അത് വലിയ ചർച്ചയായിരുന്നു അല്ലേ. അതിനുശേഷം പലരും അത് ഏറ്റെടുത്തു. അതെ, പിന്നീട് അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ശ്രമിച്ചിരുന്നു. കാരണം ശ്രമിച്ചിരുന്നു എന്നുള്ളതല്ല, ഞാൻ ശ്രമിച്ചതല്ല, അത് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കുകയും സംസാരിക്കുകയും ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഈ ദലിത് എന്നുള്ള വാക്കിന്റെ അർത്ഥം ചിതറിക്കിടക്കുന്നവർ എന്നാണെന്ന് എനിക്കറിഞ്ഞൂടായിരുന്നു. എൻ്റെ അടുത്ത് അത് പറഞ്ഞു തന്നാണ്. പിന്നെ വളരെ കൃത്യമായി ഇതിന്റെ തുടക്കവും ഒക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെൻ്റെ FBയുടെ കമന്റ്സിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഈ പോസ്റ്റിനെ കഴിഞ്ഞും വലിയ വലിയ ചർച്ചകളാണ് അതിൻ്റെ താഴെ പിന്നീട് നടക്കുന്നത്. അവര് വലിയ വലിയ ചർച്ചകളാണ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ അങ്ങ് വലിയ സംസാരങ്ങൾ നടക്കുകയാണ്. അപ്പൊ ഞാൻ അതിൽ ഹാപ്പിയാണ്. കാരണം അത് വായിച്ചാൽ മാത്രം മതി നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവാനായിട്ട്. പിന്നെ ഇത് ഡബിൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ അല്ലെ. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ ചാനലിൽ തന്നെ പലപ്പോഴും ഇതിനെപ്പറ്റി ഹീറ്റഡ് ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വരുന്ന ഗസ്റ്റ് ആരാണോ അതനുസരിച്ചിരിക്കുക സംസാരം. അപ്പൊ എൻ്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, ഈ റിസർവേഷനെ പറ്റിയൊക്കെ പിന്നീട് ചിന്തിച്ചോ, അതോ നേരത്തെ തന്നെ അതിനെ പറ്റിയൊരു ചിന്താഗതി ഉണ്ടോ? അത് റിസർവേഷൻ കാര്യത്തിലാണ്. ഇപ്പം ഞാൻ ഈ പോസ്റ്റ് ഇട്ട സമയത്ത് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയൊരു സംഭവമുണ്ട്. ഈ ദളിത് എന്നുള്ള ആ പേര്, ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ മീനാക്ഷി ജാതി പറഞ്ഞു. മീനാക്ഷി എന്തിനാണ് ജാതി ഇല്ലാത്തൊരു സമൂഹത്തിൽ ജാതി ഓർമ്മപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കമന്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതാണ്. എനിക്ക് പഠിക്കാനുള്ള, നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ പഠിക്കാനുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് പറഞ്ഞത്. അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. പഠിക്കാനുള്ളൊരു കാര്യം നമ്മളൊരു തെറ്റായി അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചാൽ മുന്നോട്ടുള്ള തലമുറയ്ക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആവും. നമുക്കും അത് വലിയ സന്തോഷമായിരിക്കും. ഇങ്ങനെ ഇപ്പം ഏതൊരു സമുദായത്തിൽ പെടുന്ന ആളാണെങ്കിലും
തെറ്റിദ്ധരിച്ച് നമ്മളെ പഠിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന നമുക്കൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, അതങ്ങ് മാറും എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ താഴെയും വന്ന് ഒരുപാട് ആളുകൾ സംവരണം നിർത്തലാക്കണം എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്ത ആൾക്കാരും ഉണ്ട്. ആദ്യം സംവരണം നിർത്തട്ടെ എന്നിട്ട് ഇത് മാറ്റാം എന്ന് പറഞ്ഞ ആൾക്കാർ. ഞാൻ സംസാരിച്ച ടോപ്പിക് അതേയല്ല. ഞാൻ പറഞ്ഞിരുന്നത് സിലബസിനെ പറ്റിയാണ്, പഠിക്കാനുള്ള വിഷയത്തിനെ പറ്റിയാണ്. പിന്നീട് അത് അവർക്ക് കൃത്യമായി സംസാരിക്കുമ്പോൾ, നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ അത് മാറിപ്പോയ ആൾക്ക്, ഓ അതായിരുന്നു ഞങ്ങൾക്ക് അത് മനസ്സിലായില്ലായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട്. അതായത് സംവരണം ഉള്ളത് കൊണ്ടാണ് ജാതി നിലനിൽക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയും പലതരത്തിലുള്ള വിചാരങ്ങളുള്ള ആളുകൾ ഉണ്ടാവാം. നമ്മൾ നിൽക്കുന്ന സമൂഹത്തിൽ നിന്നുകൊണ്ട് പലരെയും നോക്കുന്ന സമയത്ത് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത പോലെ നമുക്ക് തോന്നുമായിരിക്കും. നമുക്ക് നോക്കുമ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ, എല്ലാവരും ഇപ്പൊ ഞാൻ നോക്കുന്നില്ല ആരെയും അങ്ങനെ ജാതി വെച്ച് ഞാൻ നോക്കുന്നില്ല, അതുകൊണ്ട് ആരും നോക്കുന്നില്ല എന്നായിരിക്കാം മേ ബി. അതൊരു നല്ല ചിന്താഗതിയാണ്. അവർ നോക്കുന്നില്ല, വളരെ നല്ല കാര്യമാണത്. പക്ഷെ അങ്ങനെ നോക്കാത്ത കുറേ പേരും കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അതിപ്പോഴും ഇത് നടന്നപ്പോൾ, ഈ വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം അതായിരുന്നു. ഈ നമ്മൾ പറയുന്ന ഒരു സ്പെസിഫിക് വിഭാഗം എന്ന് നമ്മൾ അടയാളപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ, അത് പല പൊസിഷനിൽ നിന്നുമുള്ള ആളുകൾ എന്നെ വിളിക്കുകയും അവർ സംസാരിക്കുകയും എൻ്റെ അടുത്ത് ഏറ്റവും പേഴ്സണലായിട്ട് അവർക്ക് വേണ്ടി ഞാൻ എന്തോ സംസാരിച്ചു എന്നവർക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർ വരെ അങ്ങനെ നിന്ന ആൾക്കാരുണ്ട്. അതെനിക്ക് ഭയങ്കര കാര്യമായിരുന്നു. കാരണം ഇവർക്കിത് ഇത്രയും പേഴ്സണലായിട്ട് ഫീൽ ചെയ്തു. ഞാൻ ഒരിക്കലും അവർക്ക് വേണ്ടി അങ്ങനെ സംസാരിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മളെല്ലാവരും ഒരു തുല്യ സൊസൈറ്റിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്, എന്നിട്ട് പോലും അവരിപ്പോഴും ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സമൂഹം നമുക്കുണ്ട് അല്ലേ. അപ്പം അത് അവരെ അങ്ങനെ കാണാതെ പോകരുത്. ഇപ്പം പറയുന്ന സംവരണത്തിൻ്റെ കാര്യത്തിൽ പോലും എനിക്ക് തോന്നുന്നു SC/ST 15-18% ആണെന്ന് തോന്നുന്നു അല്ലേ സംവരണം. അതറിയില്ല, അത് ക്ലിയർ ആയിട്ട് നോക്കണം. ST 18 ആണോ എനിക്കറിയില്ല, എനിക്ക് എക്സാക്ട് അറിയില്ല. പക്ഷെ നോക്കണം, അത്ര അങ്ങനെ എന്തോ ആണ് റിസർവേഷൻ കിടക്കുന്നത്. പക്ഷെ ക്ലിയർ ആയിട്ട് അറിയില്ല കേട്ടോ, അത് ഡബിൾ ചെക്ക് ചെയ്യണം. പക്ഷേ എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ സംവരണം ഉണ്ടായത് എന്നും കൂടെ നമ്മൾ ചിന്തിക്കും. നമ്മളല്ല റിസർവേഷൻ ആർക്കും കൊടുക്കേണ്ടത് അല്ലേ. നമ്മൾ വ്യക്തികളുടെ ഇടയിലുള്ള ഒരു സംഭവമല്ല സംവരണം എന്ന് പറയുന്നത്. അത് ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് സംവരണം. നമ്മളുടെ കൂടെയുള്ള ഒരു സഹജീവിയെ അതേ മനോഭാവത്തിൽ കാണാതെ അവരുടെ കുലത്തിൻ്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിൽ അവരെ നമ്മൾ ഈക്വലായിട്ട് തുല്യമായിട്ടല്ല കാണുന്നത് എന്ന് മനസ്സിലാക്കിയ ഗവൺമെൻറ് അവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ് റിസർവേഷൻ അഥവാ സംവരണം എന്നുള്ളത്. അപ്പോൾ അതെന്നാ സമൂഹത്തിൻ്റെ ആ ചിന്താഗതി മാറുന്നു, അവിടെ സംവരണത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതിൻ്റെ മാറാനുള്ള വളരെ ബേസിക് കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളും അല്ലെങ്കിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്ന അറിവ് പകർന്നു തരുന്ന സ്ഥലങ്ങളും ഒക്കെ. അവിടെ നിന്ന് ബേസിക് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യങ്ങൾ വരുന്നില്ലല്ലോ. ഒറ്റയടിക്ക് നമ്മൾ അതിനെ എതിർത്തത് കൊണ്ട് ഇതിനെയൊക്കെ എതിർക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു വിചാരം, അത് നമ്മുടെ ഒരു തോട്ടേ അല്ല എന്ന് വിചാരിച്ചാൽ മതി. അതപ്പം നിങ്ങൾ അത് കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നൊന്നല്ല. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മനുഷ്യന്മാരെ കൂടി തീരുമാനിച്ച് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി അങ്ങനെയല്ല. അവരെ സമൂഹത്തിന് മുൻധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൊടുത്തിരുന്ന ഒന്നാണ് സംവരണം. സ്ത്രീകൾക്കും ഉണ്ട് സംവരണം അല്ലേ. പിന്നെ ഈ SC/ST വിഭാഗത്തിന് മാത്രമല്ല, വേറെ പലതരത്തിലുള്ള റിസർവേഷനുകളും ഉണ്ട്. അതിനെപ്പറ്റി ഒന്നും നമ്മൾ ബോധവടെയല്ല അല്ലേ. അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആളുകൾ ഇപ്പം പലപ്പോഴും ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഇപ്പൊ മതപരമായിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, സ്ത്രീയും പുരുഷനും ആയിക്കോട്ടെ, എപ്പോഴും എൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു ബയാസ്ഡ് തിങ്കിങ് മനുഷ്യന് വളരെ നാച്ചുറലാണ്. ഞാൻ നേരത്തെ റിസർച്ച് ചെയ്തപ്പം പൊതുവെ ആളുകളുടെ ബയാസുകളെ പറ്റി ഒരു പോസ്റ്റ് കണ്ടതായിട്ട് തോന്നി. പോസ്റ്റ് അങ്ങനെ ഒന്നും ഇട്ടിരുന്നില്ല. ഇല്ല. അപ്പം പക്ഷെ അതിനെപ്പറ്റി അറിയാം, ഒരു ഇന്റർവ്യൂ ആയിരിക്കും സർവൈവൽ ബയാസസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സർവൈവൽ ബയാസ്. ഈ പൊതുവെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മനുഷ്യര് പലപ്പോഴും ഭയങ്കര ബ്ലൈൻഡ് സൈഡഡ് ആണ്. വേറൊരാളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എൻ്റെ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ പൊതുവെ ഒരു സ്ത്രീ ആണെങ്കിൽ ഞാൻ സ്ത്രീ ആയതുകൊണ്ട് വിഷമിക്കുന്നു. പക്ഷേ ഒരു സ്ത്രീ ആയിരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സാമൂഹികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പം സ്ത്രീയുടെ റൈറ്റിന് വേണ്ടി ഘോരം പറയുമ്പോൾ തന്നെ ദളിതരുടെ റൈറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ റൈറ്റിനെ പറ്റിയോ അവർ ബോധമല്ല. ഇതിപ്പോൾ ഏത് സെക്ഷൻ എടുത്താലും ഉണ്ട്. മതപരമായിട്ടാണെങ്കിൽ തന്നെയും ഒരു മൈനോറിറ്റി റിലീജിയനിലുള്ള ഒരാൾ മൈനോറിറ്റി ആയിരിക്കും, പക്ഷെ ആ മൈനോറിറ്റി റിലീജിയനിൽ തന്നെ
സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി അവർക്ക് ബോധമില്ല. അങ്ങനത്തെ ഒരു ബയാസുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ ബയാസ് ഞാനിപ്പോൾ പറയുമ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. കാരണം ഞാൻ അതിനെപ്പറ്റിയുള്ള ടോപ്പിക്കുകളൊന്നും ഇങ്ങനെ വൈഡായിട്ട് സെർച്ച് ചെയ്തിരിക്കുന്ന ആളല്ല. ഇതിപ്പം ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി എനിക്ക് കൃത്യമായൊരു ധാരണയുണ്ട്, എന്താണ് എന്നറിയാം എന്നുള്ളത് കൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കാനും ഇതൊക്കെ. പക്ഷെ ഇത് ഞാൻ ഇപ്പോഴാണ് ചേട്ടൻ പറയുമ്പോഴാണ് ഇതിനെപ്പറ്റി ആദ്യം കേൾക്കുന്നത്. പിന്നെ കുറേ പേര് അങ്ങനെ ഉണ്ടെന്ന് എനിക്കിപ്പോഴും ആൾക്കാരെ അങ്ങനെ പൊതുവായിട്ട് അങ്ങനെ കാണുന്നതിനോട് താല്പര്യമില്ലാത്ത ആളാണ്. അങ്ങനെ അല്ലാത്ത ആൾക്കാരും ഒരുപാട് പേരുണ്ട്. നേരെ മറിച്ച് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ജനറേഷൻ വൈസ് നമ്മൾ തിരിക്കാൻ നോക്കിയാലും അതല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഈ പറയുന്ന സ്ത്രീകളുടെ അവകാശത്തിനും ദളിതിന്റെ അവകാശത്തിനും ഒക്കെ വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ വേറെയും ഉണ്ട്. അപ്പം ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ, ഞാൻ അവരോടേ സംസാരിച്ചിട്ടുള്ളൂ. മറ്റൊരു സൈഡിനെ പറ്റി ഞാൻ ഇപ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ. സർവൈവൽ ബയാസിനെ പറ്റി പറഞ്ഞല്ലോ, കുറച്ചുകൂടി ഡീറ്റെയിലിൽ പറയാമോ? സർവൈവൽ ബയാസസ് ഒന്നുമില്ല. ഞാൻ അതിൽ ആക്ച്വലി ആ ഇന്റർവ്യൂവിലാണ് പറഞ്ഞിരുന്നെങ്കിൽ അത് പറഞ്ഞിരുന്നത് നമ്മളെപ്പോഴും കഴിഞ്ഞു പോയ കാര്യങ്ങളെ നമ്മളൊരു സംഭവമായിട്ടാണ് കാണുന്നത്. മുന്നേ ഉണ്ടായിരുന്ന കാര്യങ്ങളെ, പണ്ടത്തെ കാലങ്ങൾ, പണ്ടത്തെ സിനിമകൾ, പണ്ടത്തെ മനുഷ്യര്, പണ്ടത്തെ മനുഷ്യരുടെ ഒരു ആയുസ് കണ്ടോ എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇപ്പം പണ്ടത്തെ ബിൽഡിങ്സ് എന്ത് കൊത്തുപണികളാണ്, അല്ലെങ്കിൽ അത് ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ എന്നൊക്കെ കണ്ട് അത്ഭുതപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ അതൊക്കെ പണ്ട് കാലത്തു നിന്നും അതിഭീകരമായ എന്തോ ഒരു കാരണം കൊണ്ട് സർവൈവ് ചെയ്ത് വന്ന ഒന്നിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ അതൊരു ബയാസാണ്, അതൊരു ചാൻസ് ആണ് അല്ലേ. അതിൻ്റെ കൂടെയുള്ള ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ പണിത ബിൽഡിങ്ങുകളൊന്നുമില്ല, അവിടെ ഉണ്ടായിരുന്ന വേറെ, ആ സമൂഹത്തിലുണ്ടായിരുന്ന വേറെ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആ ഒറ്റ ബിൽഡിങ്ങിനെ വെച്ച് നമ്മൾ ആ സമൂഹത്തിനെ തന്നെ ഒരു വലിയ പ്രൈം ലെവലിൽ നമ്മൾ സസ്പെക്ട് ചെയ്യണം, അതൊരു സംഭവമായിരുന്നു എന്ന് കാണുന്നത്. അത് സർവൈവ് ചെയ്ത് വന്ന ഒരു കാര്യത്തിനെ നമ്മൾ അങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ സർവൈവൽ ബയാസിനെ പറ്റിയുള്ള ഒരു വാർ സ്റ്റോറി ഉണ്ട്, അതറിയാമോ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് കുറേ യുദ്ധവിമാനങ്ങളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട്, അത് ഏത് വാറിന്റെ സമയമായിരുന്നു, അത് നടന്ന സംഭവം തന്നെയാണ്. അപ്പം വാറിന്റെ സമയത്തേക്ക് ഓപ്പോസിറ്റ് നമ്മുടെ എനിമി ആയിട്ടുള്ള രാജ്യത്തേക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ അവിടുന്ന് മിക്ക വിമാനങ്ങളും ഇല്ലാണ്ടായിപ്പോയി അവരുടെ ആക്രമണം കൊണ്ട്. തിരിച്ചു വന്ന ഒരു വിമാനം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിൻ്റെ കുഴപ്പം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ഏറ്റവും വെടിയുണ്ട കൊണ്ട പോർഷൻസിലൊക്കെ, ഏറ്റവും കൂടുതൽ മുറിവേറ്റ പോർഷൻസിലൊക്കെ കൂടുതൽ കട്ടിയാക്കാനും കൂടുതൽ ശക്തിപ്പെടുത്താനും ഒക്കെ നോക്കിക്കൊണ്ടു. അപ്പോൾ പറഞ്ഞു, അതിലൊരാൾ, എനിക്ക് ഈ സ്റ്റോറി കൃത്യമായിട്ട് സ്റ്റോറി ലൈൻ ഓർമ്മയില്ല, എന്നാലും ഞാൻ എൻ്റെ രൂപം പറയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, അങ്ങനെയല്ല ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ വെടിയുണ്ട കൊണ്ടാൽ ഇതിനൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ, ഇവിടെ ഒന്നും വെടിയുണ്ട കൊണ്ടാൽ ഇനിയൊന്നും പറ്റത്തില്ല, ഇത് അതുകൊണ്ടാണല്ലോ ഇത് സർവൈവ് ചെയ്ത് തിരിച്ചു വന്നത്. പക്ഷേ അപ്പൊ ഇതിന്റെ കൊള്ളാത്ത ഭാഗം കൂടുതൽ ശക്തിപ്പെടുത്തണം. അവിടെ കൊണ്ടാൽ ഈ വിമാനം തകർന്നു പോകും, അതുകൊണ്ടാണല്ലോ ബാക്കിയൊന്നും തിരിച്ചു വരാത്തത്. ഈ ഭാഗങ്ങളിലൊക്കെ കൊണ്ടതുകൊണ്ടായിരിക്കാം അത് തിരിച്ചു വരാത്തത്. അതുകൊണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നുള്ളത് അത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത കാര്യമാണ് അല്ലേ. നമ്മളും നോർമലി അങ്ങനെ തന്നെ ചിന്തിക്കും. കൂടുതൽ അതിന് കുഴപ്പം പറ്റിയത് എവിടെയാണോ അത് കൂടുതൽ സ്ട്രോങ് ആക്കാനും നന്നാക്കാനുമായിരിക്കും നമ്മളും ചിന്തിക്കുന്നത്. അതും സർവൈവൽ ബയാസ് എപ്പോഴും പറയുമ്പോൾ ഒരു മെയിൻ എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞത്. ഇലക്ഷൻ വരുവാണ്, ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ, കുറച്ച് കഴിഞ്ഞ നിയമസഭ ഇലക്ഷൻ. ശ്രദ്ധിക്കുന്നുണ്ടോ എന്താ നടക്കുന്നതെന്ന്? അങ്ങനെ ഭയങ്കര കാര്യമായിട്ടുള്ള മറ്റാരും ശ്രദ്ധിക്കാത്ത തരത്തിലുള്ള ശ്രദ്ധ ഞാൻ അതിലേക്ക് കേന്ദ്രീകരിക്കാറില്ല. എല്ലാ ആളുകളെയും പോലെ ശ്രദ്ധിക്കുന്ന ആളാണ് ഞാൻ. കഴിഞ്ഞ ഇലക്ഷന് ഞാൻ കുറച്ചുകൂടെ എക്സൈറ്റഡ് ആയിരുന്നു, ലോക്സഭ. കാരണം എനിക്ക് 18 വയസ്സായപ്പോഴാണ് ലോക്സഭ ഇലക്ഷൻ വന്നത്. അപ്പം എൻ്റെ കന്നി വോട്ടായിരുന്നു. അപ്പം ഞാൻ വോട്ട് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു. സമയത്ത് അയ്യോ എനിക്ക് വോട്ട് ചെയ്യാം, ഇവിടെ മറ്റേ ഇതൊക്കെ ഇങ്ങനെ ഇടും. അപ്പം എനിക്ക് ഞാൻ തന്നെ ഭയങ്കര വലിയ കൊച്ചായ പോലുള്ളൊരു ഫീലിംഗ് ആ സമയത്താണ് വന്നത്. അതുകൊണ്ട് അതിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ വർഷത്തെ ഇലക്ഷൻ വരുമ്പോഴും ഹാപ്പിയാണ്. ഇങ്ങനെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അഭിപ്രായം കണക്കിലെടുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് എല്ലാ ഇലക്ഷനും എനിക്കുണ്ട്. ഇന്ത്യയിൽ പൊതുവെ കാണുന്ന പ്രവണത മതവും രാഷ്ട്രീയവും വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പം ഏത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിലും, ഈവൻ പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ട് നിയമസഭ, ലോക്സഭ, ഏത് ഇലക്ഷനിലും ആ സ്ഥലത്തെ ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റി എന്താണോ അവർക്ക് ആണ് പാർട്ടികൾ സീറ്റുകൾ കൊടുക്കുക. ഇതൊരു നല്ല പ്രവണതയാണോ? അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും നല്ല പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വോട്ട് ചെയ്യുമ്പം, ഇപ്പം ഞാൻ ആർക്കെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെൻ്റെ വ്യക്തിപരമായിട്ട് ഒരാളോടുള്ള
വ്യക്തിപരമായിട്ടുള്ള അടുപ്പം വെച്ചല്ല ഞാൻ വോട്ട് ചെയ്യാറ്. ഞാൻ എൻ്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടിക്കാണ് ഞാൻ അവിടെ വോട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന പാർട്ടി വന്നാൽ നമുക്ക് നല്ലതാണ്, അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് തോന്നുമ്പോൾ ഞാൻ ആ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ട് ഇവരെൻ്റെ കമ്മ്യൂണിറ്റി പെടുന്ന ആളാണെന്നോ, ഇവരല്ലെങ്കിൽ ഇവര് ഏത് കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ് എന്നൊന്നും, അല്ലെങ്കിൽ ഇവർ ഏത് ജെൻഡറാണ്, ഇതൊന്നും നോക്കിയല്ല എൻ്റെ വോട്ട് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയല്ലാത്ത വോട്ടുകൾ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഈ പറഞ്ഞതിൽ പാർട്ടികളുടെ എന്നതിനെ കഴിഞ്ഞ് മറിച്ചൊരു ആളുകളുടെയും കൂടെ ഒരു ചിന്തയുണ്ട്, നമ്മുടെ ആള് എന്നുള്ളൊരു ചിന്തയും കൂടെ ഉണ്ട്. ഇപ്പൊ ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി, ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ ആളാ എന്ന് പറയാനുള്ള ഒരു പ്രവണതയുണ്ട്. അപ്പം ഡെമോക്രസി എല്ലാ സ്ഥലത്തും നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിനുണ്ട് അല്ലെ. നമ്മൾ ആൾക്കാരും കൂടെ ആ തരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കാതിരുന്ന നല്ല കാര്യമാണ്. ഞാനൊന്നും അങ്ങനെ ചിന്തിക്കുന്ന ആളെയല്ല. അപ്പം അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാർ വേണം തന്നെയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാരും അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാരാവണം എന്നുള്ളതാണ് എൻ്റെയും ഇഷ്ടം, എൻ്റെയും ആഗ്രഹം. എൻ്റെ പേഴ്സണലി ഞാൻ വോട്ട് ചെയ്യുന്ന രീതിയും എൻ്റെ താല്പര്യങ്ങളും ഒക്കെ അങ്ങനെയാണ്. ഒരു കമ്മ്യൂണിറ്റി നോക്കിയോ അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും നോക്കിയോ ഒന്നുമല്ല ഞാൻ വോട്ട് ചെയ്യുന്നത്. പൊതുവെ ജെൻസിക്ക് പൊളിറ്റിക്കൽ, അവരുടെ പൊളിറ്റിക്സ്, അവര് ജനറലി അവര് ഈ കുറച്ചും കൂടെയൊക്കെ ഒരു ലിബറൽ തിങ്കിങ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ പേഴ്സണൽ ഫ്രീഡം, നാച്ചുറലി പേഴ്സണൽ ഫ്രീഡം, ജസ്റ്റിസ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഹൗ ആർ ദേ ഡിഫറെൻറ്റ് പൊളിറ്റിക്കലി?